കഥയെ ആരംഭിക്കുന്നത് ചൈനീസ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കണ്ടെയ്നർ ട്രക്ക് ഒരു വെയർഹൌസിലേക്ക് കാണുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആ കണ്ടെയ്നർ ട്രക്കിൽ കൊണ്ടുവരപ്പെട്ടിരുന്നത് ഏറെ മൂല്യമുള്ള ഒരു വസ്തുവായിരുന്നു. കണ്ടെടുക്കപ്പെട്ട ഒരു ഡൈനോസറിന്റെ അസ്ഥികൂടമുണ്ട്. അതിന്റെ തലയോട്ടിയായിരുന്നു അതിലുണ്ടായിരുന്നത്. കണ്ടെയ്നർ ട്രക്ക് എത്തിയതും ഓഫീസേഴ്സ് അത് തുറന്നു. പക്ഷേ അതിനുള്ളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഓഫീസേഴ്സ് ഞെട്ടുന്നുണ്ട്. ഉടനടി അവർ ആ സംഭവം പോലീസിന് റിപ്പോർട്ട് ചെയ്തു. വൈകാതെ കാര്യം വ്യക്തമാകുന്നു. ചൈനീസ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആ ഡിനോസർ തല ഗവൺമെന്റിന്റെ ട്രക്കിന്റെ അതേ രൂപത്തിലും കളറിലും ഒക്കെയുള്ള ഐഡന്റിറ്റിക്കലായ മറ്റൊരു കണ്ടെയ്നർ ട്രക്ക് ഉപയോഗിച്ച് ഒരു സംഘം ആളുകൾ കടത്തിക്കൊണ്ടുപോയിരുന്നു. പക്ഷെ ആ കള്ളന്മാർക്ക് അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. ആ ട്രക്കിൽ ഒരു സീക്രട്ട് ഏജന്റും ഉണ്ടെന്ന കാര്യം. ആയുധങ്ങളോടെ കടന്നു കയറിയ 006 എന്ന സീക്രട്ട് ഏജന്റ്. പിന്നെ അവിടെ നടന്നത് വളരെ വലിയൊരു ഏറ്റുമുട്ടലായിരുന്നു. 006 ശത്രുക്കളോട് വെടിയുതിർക്കലിലൂടെ ഏറ്റുമുട്ടി. വലിയ ഷൂട്ടൌട്ട് തന്നെ നടന്നു. അവിടെ ഉണ്ടായിരുന്ന ക്രിമിനൽ ഗ്യാങ്ങിനെ മുഴുവൻ ഒറ്റയ്ക്ക് നിന്ന് എതിരിട്ട് തീർക്കാൻ 006 കഴിഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ സോൾവ്ഡ് ആയി എന്ന് തന്റെ സുപ്പീരിയറിനെ വിളിച്ചറിയിക്കാൻ ഏജന്റ് 006 നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് പ്രത്യേക തരത്തിൽ തയ്യാറാക്കിയ ആംഡ് സ്യൂട്ട് ധരിച്ച ഒരു വ്യക്തി കടന്നു വന്നു. അയാളായിരുന്നു ആ ഗ്യാങ്ങിന്റെ ലീഡർ. ഗോൾഡൻ ഗൺ എന്നായിരുന്നു അയാൾ വിളിക്കപ്പെട്ടിരുന്നത്. ഗോൾഡൻ ഗണ്ണിനെ ആക്രമിക്കാൻ സാധാരണ ബുള്ളറ്റുകൾ കൊണ്ട് സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ 006 തന്റെ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ 006നെ ഗോൾഡൻ ഗൺ വകവരുത്തുകയാണ്. കഥ അവിടെ നിന്നും മിലിറ്ററി കമാൻഡറായ യുവനിലേക്ക് പോകുന്നു. യുവൻ എന്ന കമാൻഡർക്ക് സുപ്പീരിയേഴ്സിൽ നിന്ന് ഓർഡർ വന്നു. എത്രയും വേഗം മോഷണം പോയ ആ തലയോട്ടി കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. ഗവൺമെന്റിന്റെ കയ്യിലുള്ള ഏറ്റവും മികച്ച ഏജന്റായ 006 ആണ് കൊല്ലപ്പെട്ടത്. ഇനിയിപ്പോൾ ആര് നിയോഗിക്കും? 006നെ പോലെ അല്ലാതെ മറ്റ് കഴിവുകളുള്ള വ്യത്യസ്തനായ ഒരു ഏജന്റിനെ നിയമിക്കണം എന്ന തരത്തിൽ യുവൻ പറഞ്ഞു. അതിനുവേണ്ടി അവർ കണ്ടെത്തിയത് ഒരു ഏജന്റ് ആവാൻ യോഗ്യതയില്ല എന്ന തരത്തിൽ എപ്പോഴും പറയപ്പെട്ടിരുന്ന, നിലവിൽ തന്റെ രഹസ്യ ജീവിതത്തിൽ ഒരു ഇറച്ചിവെട്ടുകാരനായി ജോലി നോക്കുന്ന ലിങ് എന്ന യുവാവിനെയായിരുന്നു. 007 എന്നാണ് അവൻ അറിയപ്പെട്ടിരുന്നത്. വളരെ ലെജൻഡറി ആയിട്ടുള്ള ഒരു സീക്രട്ട് ഏജന്റിന്റെ പാരമ്പര്യമുള്ള ഒരേ ഒരു വ്യക്തിയായിരുന്നു ലിങ്. ലിങ്ങിന് കത്തിയിൽ വളരെ മികച്ച കഴിവാണുള്ളത്. ഇറച്ചി വെട്ടുന്നതും കത്തി കൊണ്ടുള്ള വിദ്യകളും അവനൊരു മാജിക് പോലെ ചെയ്യുമായിരുന്നു. അന്ന് മാർക്കറ്റിൽ ലിങ് ജോലിയിലായിരിക്കെ അങ്ങോട്ടേക്ക് മാൻസായി എന്നൊരു മധ്യവയസ്കൻ കടന്നു വന്നു. മാൻസായി ലിങ്ങിനോട് സംസാരിച്ചു. കമാൻഡർ യുവൻ എത്രയും വേഗം ലിങ്ങിനോട് മുമ്പിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മാൻസായി അറിയിച്ചു. തന്റെ ഡ്രസ്സ് പോലും മാറ്റാതായിരുന്നു ലിങ് എന്ന് കമാൻഡർ യുവനെ കാണാൻ പുറപ്പെട്ടത്. തന്റെ ബച്ചർ ഏപ്രൺ ധരിച്ച് മേൽവസ്ത്രം ഒന്നുമില്ലാതെ അയാൾ ഓഫീസിലേക്ക് ചെന്നു. റിസപ്ഷനിൽ ചെന്ന് തന്റെ തൊപ്പിയൊക്കെ കൃത്യമായി വലിച്ചെറിയുന്ന മികച്ച ആക്ഷനൊക്കെ കാട്ടി റിസപ്ഷനിസ്റ്റിനെയും ഒന്ന് അതിശയിപ്പിച്ച് നേരെ കമാൻഡറിന്റെ മുമ്പിലേക്ക് നടന്നു ചെന്നു. കമാൻഡർ യുവൻ ലിങ്ങിനോട് കാര്യം പറഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ മോഷ്ടിക്കപ്പെട്ട ദിനോസറിന്റെ തലയൊട്ടി കണ്ടെത്താനുള്ള ദൗത്യവും അവനെ ഏൽപ്പിച്ചു. അവിടെ ആ സമയം മാൻസായും ഉണ്ടായിരുന്നു. മാൻസായി ആധുനിക ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ വിദഗ്ധനാണ്. താനുണ്ടാക്കിയ പുതിയ ആയുധങ്ങൾ മാൻസായി മിഷന് വേണ്ടി ലിങ്ങിന് കൈമാറി. പിന്നാലെ യുവൻ കുറച്ചു പണം ലിങ്ങിനും മാൻസായിക്കും കൊടുത്തു. മിഷന്റെ ഭാഗമായി അവരോടൊന്നിച്ച് ഹോങ്കോങ്ങിലേക്ക് പുറപ്പെട്ടു പൊക്കോളൂ എന്നും പറഞ്ഞു. അധികം വൈകാതെ യുവൻ ലിങ്ങിനെ ആ മിഷൻ ഏൽപ്പിച്ച കാര്യം യുവനിന്റെ പാർട്ട്ണറായ കമാൻഡർ ചാൻ അറിഞ്ഞിരുന്നു. അത് കേട്ട് കമാൻഡർ ചാൻ സത്യത്തിൽ സർപ്രൈസ്ഡ് ആയി. പൊട്ടനെ പോലുള്ള ലിങ്ങിന് ഇത്തരത്തിലൊരു മിഷനൊക്കെ ഏൽപ്പിച്ചത് എന്തോ പ്രശ്നമായി ചാനിന് തോന്നുന്നുണ്ടായിരുന്നു. ചാൻ അതിനെപ്പറ്റി യുഎനെ ചോദ്യം ചെയ്തു. ലിങ്ങിന്റെ ട്രാക്ക് റെക്കോർഡ്സ് എടുത്താൽ ഒരു സ്പൈ ആവാൻ പോലും യോഗ്യതയില്ലാത്തവനാണ് അവൻ എന്നും ചാൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് ചർച്ചയൊക്കെ കഴിഞ്ഞ് ചാൻ പോവാൻ നേരം തന്റെ ഒരാളിനോട് യുവൻ നിർദ്ദേശം കൊടുത്തു. ചാനിനെ വക വരുത്തിയേക്കെന്നായിരുന്നു യുവൻ പറഞ്ഞത്. തന്റെ ഡിസിഷനെ ചാൻ എതിർത്ത് ചിരിച്ചു എന്നതായിരുന്നു അയാൾ പറഞ്ഞ കുറ്റവും. സഹായി ചാനിനെ കീഴ്പ്പെടുത്തി വീഴ്ത്തി. പിന്നാലെ എഴുന്നേറ്റ് വന്ന് കൃത്യം നിർവഹിക്കാൻ ഒരുങ്ങിയത് യുവൻ തന്നെയായിരുന്നു. യുവൻ തന്റെ രഹസ്യ തോക്കെടുത്തു. അതാകട്ടെ ഗോൾഡൻ ഗണ്ണിന്റെ തോക്കായിരുന്നു. ആ നിമിഷം അത് വ്യക്തമാവുകയാണ്. കമാൻഡർ യുവനാണ് തലയൊട്ടി മോഷ്ടിച്ചു കൊണ്ടുപോയ സംഘത്തിന്റെ നേതാവ് ഗോൾഡൻ ഗൺ എന്ന്. യുവൻ നേരത്തെ 006നെ കണ്ടെയ്നറിൽ അയക്കാൻ തന്നെ കാരണം സുപ്പീരിയേഴ്സിന്റെ നിർബന്ധം കൊണ്ടായിരുന്നു. യുവൻ വൈകാതെ തന്റെ കീഴിലുള്ള ഹ്യൂങ്കാം എന്ന പെൺകുട്ടിയെ മിഷനിലേക്ക് നിയോഗിച്ചു. അവൾക്ക് നിർദ്ദേശം കൊടുത്തു. ലിങ് മിഷനായി പോകുമ്പോൾ അവനെ ട്രിക്ക് ചെയ്ത് നിന്റെ കൂട്ടത്തിലാക്കണം. അവസരം കിട്ടുമ്പോ കൊന്നു തള്ളിയേക്കണം. ലിങ് പൂർണ്ണ തയ്യാറെടുപ്പോടെ ഹോങ്കോങ്ങിൽ എത്തിച്ചേർന്നിരുന്നു. വളരെ വലിയ
കോൺഫിഡൻസിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്ക് ലിങ് കയറി ചെന്നു. സുപ്പീരിയേഴ്സ് അവിടെ ആയിരിക്കും തനിക്ക് റൂം ബുക്ക് ചെയ്തിരിക്കുക എന്നായിരുന്നു ലിങ് കരുതിയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴോ അവിടെ ഒന്നുമല്ല ലിങ്ങിന് റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. മറിച്ച് പൊട്ടിത്തകർന്ന് താമസിക്കാൻ തന്നെ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള ഒരു ലോഡ്ജിലാണ്. അവിടെ എങ്ങനെ താമസിക്കും എന്നറിയാതെ ലിങ് പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് ലിങ്ങിനെതിരെ ഹ്യോങ്കോങ് കടന്നു വരുന്നത്. ലിങ്ങിന്റെ മിഷനിൽ തന്നെയും നിയോഗിച്ചിട്ടുണ്ടെന്നും ലിങ്ങിന് വേണമെങ്കിൽ തന്റെ അടുത്ത് താമസിക്കാം എന്നും ഹ്യോങ്കോങ് പറഞ്ഞു. അങ്ങനെ അവൻ ആ മിഷൻ പൂർത്തിയാകുന്നവരെ ഹ്യോങ്കോമിന്റെ അടുത്ത് താമസിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയിരിക്കുമ്പോ മിഷൻ എന്തായുധമാണ് ലിങ് ഉപയോഗിക്കുന്നത് എന്ന് ഹ്യോങ്കോങ് ചോദിച്ചു. ലിങ് പറഞ്ഞു, 006നെ പോലെ എനിക്കങ്ങനെ തോക്കുപയോഗിക്കാനൊന്നും അറിയില്ല. പക്ഷേ എന്റെ ആയുധം കത്തിയാണ്. കത്തി കൊണ്ട് ഏത് തരത്തിൽ വേണമെങ്കിലും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ എനിക്ക് പറ്റും. ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി ലിങ് എഴുന്നേറ്റ് വന്നു. അവിടെ വെച്ചിരുന്നൊരു പാവയിലെറിന് തന്റെ കഴിവ് കാണിക്കാനായിരുന്നു ലിങ് മുന്നിട്ടത്. ലിങ് കത്തി വലിച്ചെറിയുകയും ചെയ്തു. പക്ഷെ കത്തി പോയി പതിച്ചതാകട്ടെ ആ പാവയിൽ നിന്ന് മാറി കുറച്ചകലെയായിരുന്നു. ഭിത്തിയിൽ കത്തി തറച്ചു നിൽക്കുകയും ചെയ്തു. അത് കണ്ടതും ഹ്യുങ്കോങ് ചിന്തിച്ചു, പറഞ്ഞു കേട്ട പോലെ ഇവനൊരു പൊട്ടനാണ്, വലിയ കഴിവൊന്നുമില്ല. പക്ഷെ ലിങ്ങിനാകട്ടെ തന്റെ കഴിവിൽ വലിയ വിശ്വാസവുമായിരുന്നു. ഹ്യുങ്കോങ് പിന്നാലെ ആയുധപ്പെട്ടി തുറന്ന് തന്റെ ആയുധങ്ങൾ കാണിച്ചു. അതിൽ നിന്നും ഒരു തോക്കും സൈലൻസറും ലിങ്ങിന് അവൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സൈലൻസർ ആദ്യമായി കാണുന്ന ലിങ് ഒരു കൗതുകത്തിന് തന്റെ തോക്കിലേക്ക് അത് പിടിപ്പിച്ചു കഴിഞ്ഞതും പുറത്തു നല്ല മഴ പെയ്ത് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ലിങ് തോക്ക് ടേബിളിൽ വെച്ച് ജനൽ അടയ്ക്കാൻ വേണ്ടി തിരിഞ്ഞു. അതൊരവസരമായി കണ്ട ഹ്യുങ്കോങ് ആകട്ടെ ലിങ്ങിന്റെ ആ തോക്കെടുത്ത് ലിങ്ങിനെ വെടിവെച്ചു കൊല്ലാൻ നോക്കി. പക്ഷേ വെടിയുണ്ട പാഞ്ഞത് പിന്നിൽ നിന്നായിരുന്നു. ഹ്യുങ്കോമിന്റെ കയ്യിൽ വെടിയേറ്റു. തിരിഞ്ഞ ലിങ് അത് കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. എങ്ങനെയാ ഈ വെടികൊണ്ടത് എന്ന് ചോദിച്ചപ്പോ ഒരു തരത്തിൽ ഹ്യുങ്കോം എന്തൊക്കെയോ പറഞ്ഞ് ലിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടു. ലിങ് ആണെങ്കിൽ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. ലിങ്ങിന്റെ തോക്ക് സ്പെഷ്യൽ തോക്കായിരുന്നു. പിന്നിലൂടെയും വെടിയുതിർക്കാൻ പറ്റും. ഹ്യുങ്കോമിന്റെ മുറിവ് ട്രീറ്റ് ചെയ്യാൻ ബാൻഡേജ് എടുക്കാനായി ലിങ് അവിടുത്തെ കബോർഡിൽ തിരയാൻ തുടങ്ങി. വീണ്ടും അവസരം മുതലെടുത്ത ഹ്യുങ്കോം ലിങ്ങിന്റെ തന്നെ തോക്ക് തിരിച്ചു പിടിച്ച് ലിങ്ങിനെതിരെ വെടിയുതിർക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞ തവണ പിന്നിൽ നിന്നാണല്ലോ വെടിയേറ്റത്, അതുകൊണ്ട് തിരിച്ചു പിടിച്ച് വെടിവെച്ചാൽ അത് ലിങ്ങിന്റെ ജീവൻ എടുത്തോളും എന്നായിരുന്നു അവൾ കണക്കുകൂട്ടിയത്. പക്ഷേ ഇത്തവണ വെടിയുണ്ട പാഞ്ഞതാകട്ടെ മുൻവശത്തൂടെയായിരുന്നു. അവളുടെ അടുത്ത കൈയിലും വെടിയേറ്റു. ഹ്യുങ്കോമിന് എന്താ നടന്നത് എന്ന് മനസ്സിലായില്ല. ലിങ് വീണ്ടും വന്നപ്പോ അബദ്ധത്തിൽ വെടിയേറ്റതാണ് എന്ന് പറഞ്ഞ് അവൾ വിദഗ്ധമായി ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ലിങ് അപ്പോഴാണ് കാര്യങ്ങൾ ഒന്നുകൂടി വിശദീകരിക്കുന്നത്. ആ തോക്ക് വിദഗ്ധമായി നിർമ്മിച്ചിട്ടുള്ളതാണ്. പല വശത്തൂടെയും വെടിയുതിർക്കാൻ അതിന് സാധിക്കും. പിന്നീട് ലിങ്ങും ഹ്യുങ്കോമും പുറത്തൊരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ലിങ് തിരിഞ്ഞ് തുപ്പിയപ്പോഴാകട്ടെ അത് ചെന്ന് വീണത് അടുത്ത ടേബിളിലിരുന്ന വ്യക്തിയുടെ കാലിലായിരുന്നു. ആ വ്യക്തി വന്നിരുന്നതാകട്ടെ ലിങ്ങിന്റെ പഴയ ഹോം ടൗണിൽ നിന്നും. ലിങ്ങിനെ കണ്ടതും പരിചയഭാവത്തിൽ അയാൾ ലിങ്ങിനെ ആശ്ലേഷിച്ചു. ഹ്യുങ്കോം ആ വ്യക്തിയെയും കൂടെയുണ്ടായിരുന്ന രണ്ടുപേരെയും അപ്പോൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തന്റെ ഇന്റലിജൻസ് കൊണ്ട് ആ വ്യക്തിയും കൂടെയുള്ള രണ്ടുപേരും മോഷ്ടാക്കളാണ് എന്ന കാര്യം ഹ്യുങ്കോം മനസ്സിലാക്കി. പിന്നാലെ റെസ്റ്റ് റൂമിൽ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് മാറാൻ തുടങ്ങി. അവിടെ ഒരു പ്രശ്നം ഉടലെടുക്കുമെന്നും മോഷ്ടാക്കൾ വിഷയമുണ്ടാക്കുമ്പോൾ ലിങ് തടയാൻ ശ്രമിച്ചാൽ മോഷ്ടാക്കൾ തന്നെ ലിങ്ങിനെ തീർത്തോളും എന്നും അവൾ കണക്കുകൂട്ടി. ലിങ്ങും തന്റെ വില്ലേജിലെ വ്യക്തിയും ആ ബിൽഡിംഗിലെ ജ്വല്ലറി സ്റ്റോറിന്റെ മുമ്പിലെത്തി നിന്ന് സംസാരിച്ചു നിൽക്കാൻ തുടങ്ങി. ഈ സമയം കൂടെയുണ്ടായിരുന്ന മറ്റു രണ്ട് വ്യക്തികളാകട്ടെ ജ്വല്ലറിക്കകത്ത് കടന്ന് അവിടെ തല്ലിത്തകർത്ത് മോഷണത്തിന് ശ്രമം നടത്തുകയായിരുന്നു. സംസാരിച്ചു നിൽക്കുകയായിരുന്ന ലിങ് ആ സമയം ഒരച്ഛനെയും മകനെയും കണ്ടു. അവർ വലിയ സന്തോഷത്തിലാണ്. മോഷ്ടാക്കൾ അപ്പോഴേക്കും മോഷണ വസ്തുവുമായി പുറത്തേക്ക് വന്നിരുന്നു. വിവരം കിട്ടിയ സെക്യൂരിറ്റി ഓഫീസേഴ്സ് മോഷ്ടാക്കളെ പിടിക്കാൻ പാഞ്ഞെത്തി. അതോടെ മോഷ്ടാക്കൾ ലിങ്ങിനെയും അച്ഛനും മകനുമൊപ്പമുള്ള ആ മകനെയും ബന്ദികളാക്കി നിർത്തി. തന്റെ മകനെ വിട്ടുതരാൻ ആ പാവമച്ഛൻ മുട്ടുകുത്തി അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ മോഷ്ടാക്കൾക്ക് അതത്ര പിടിച്ചില്ല. മോഷ്ടാക്കളിൽ ഒരാൾ വളരെ ക്രൂരമായി ആ അച്ഛനെ കൊന്നുകളഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടെയായിരുന്നു ലിങ് അത് കണ്ടത്. അതോടെ അവരെ വെറുതെ വിടരുത് എന്ന് ലിങ് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ലിങ് തന്റെ പ്രധാനപ്പെട്ട കത്തിയെടുത്ത് വേഗത്തിൽ ഒരൊറ്റ തിരിയലിൽ പിടിച്ചു നിന്ന വ്യക്തിയെ വട്ടം വെട്ടി. അയാളുടെ തോക്കും അയാളുമടക്കം മുറിഞ്ഞ് താഴെ വീണു. അവിടെ നിന്നും മറ്റു രണ്ട് മോഷ്ടാക്കളും ലിഫ്റ്റ് വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ലിങ് ഒട്ടും മടിച്ചില്ല. തന്റെ കത്തികളെടുത്ത് അവരെ ലക്ഷ്യമാക്കി എറിഞ്ഞു. ലിങ്ങിന്റെ ആക്രമണത്തിൽ ആ മോഷ്ടാക്കളും കൊല്ലപ്പെടുകയാണ്. ദൂരെ നിന്ന് ഇത് നോക്കിക്കാണുന്നുണ്ടായിരുന്ന ഹ്യുങ്കോം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു. കത്തിയിൽ കഴിവില്ലാത്ത ഒരു പൊട്ടനാണ് ലിങ്ങെന്ന് താൻ വിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്നവൾ ആ നിമിഷം മനസ്സിലാക്കി. പിന്നാലെയാണ് ഒരു കാര്യം വ്യക്തമായത്. അന്ന് ശരിക്കും കത്തിവെച്ച് മുമ്പിലുള്ള പാവയ്ക്ക് ലിങ് എറിഞ്ഞിരുന്നല്ലോ. ലിങ് അന്ന് ഉന്നം വെച്ചിരുന്നത് പാവയായിരുന്നില്ല, മറിച്ച് അതിലൂടെ പറന്നുപോയ ഒരു ഈച്ചയായിരുന്നു. ആ ഈച്ചയെ കൊന്നിട്ടാണ് കത്തിഭിത്തിയിൽ തറച്ചിരുന്നത് പോലും. ലിങ്ങിന്റെ കഴിവുകൾ മനസ്സിലായതും അവൾക്ക് ലിങ്ങിനോട് ഒരുതരം ആരാധന തോന്നുന്നുണ്ട്.
അന്ന് രാത്രിയിൽ ഹ്യുംകോം ഒരു കാര്യം കൂടി മനസ്സിലായി. ലിങ് മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. മെന്റൽ എബിലിറ്റി കൊണ്ട് വസ്തുക്കൾ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവന്റെ കഴിവുകൾ വളർന്നിരുന്നു. ആ ഒരു സമയത്താണ് ഹ്യുംകോമിന് ഗോൾഡൻ ഗണ്ണിന്റെ മെസ്സേജ് എത്തുന്നത്. ലിങ്ങിന്റെ അന്വേഷണം വഴിതെറ്റിക്കാനും ഏതെങ്കിലും കടത്തലുകാരായിരിക്കും അതിന് പിന്നിലെന്ന് വരുത്തി തീർക്കാനും വേണ്ടി ഹ്യുംകോങ്ങിനെ ഗോൾഡൻ ഗൺ ചുമതലപ്പെടുത്തി. അങ്ങനെ ഹ്യുംകോം പറഞ്ഞ ഒരു സ്മഗ്ലറുടെ പിന്നാലെയായി ലിങ്ങിന്റെ സഞ്ചാരം. അങ്ങനെയിരിക്കെ ആ സ്മഗ്ലർ ഒരു പാർട്ടി നടത്തുന്നുണ്ട് എന്ന് ലിങ് അറിഞ്ഞു. ആ പാർട്ടിയിലേക്ക് കടന്നു കയറാൻ ലിങ് തീരുമാനിക്കുകയാണ്. ലിങ്ങിനെ അവിടെ ഡ്രോപ്പ് ചെയ്തപ്പോൾ ഹ്യുംകോമിനോട് ലിങ് അന്നൊരു കാര്യം പറഞ്ഞു. തിരികെ വരുമ്പോ നിനക്ക് വേണ്ടി ഞാൻ റോസ് കൊണ്ടുവരും, അതും വെള്ള റോസ്. തന്റെ കയ്യിലുള്ള സ്പെഷ്യൽ ഡിവൈസ് ഉപയോഗിച്ച് ചാടി പാർട്ടി നടക്കുന്നിടത്തേക്ക് കടക്കാൻ ലിങ് ശ്രമിച്ചെങ്കിലും ആദ്യത്തെ കുറെ തവണ അത് പരാജയപ്പെട്ടു. പിന്നെ ഒരു തരത്തിൽ ലിങ് അങ്ങനെ പാർട്ടിയിലേക്ക് എത്തി. ഇതേ സമയം അവിടുള്ള വലിയൊരു മരത്തിന്റെ മുകളിൽ കയറി ലിങ്ങിനെ ഷൂട്ട് ചെയ്ത് വകവരുത്താൻ ഹ്യുംകോം തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. ഗോൾഡൻ ഗണ്ണിന്റെ ഉത്തരവും അത്തരത്തിലുണ്ടായിരുന്നു. പാർട്ടിയിൽ വെച്ചാകുമ്പോൾ ഹ്യുംകോമിനെതിരെയും ഗോൾഡൻ ഗണ്ണിനെതിരെയും സംശയമൊന്നും വരില്ലല്ലോ. പാർട്ടിയിലേക്ക് കടന്നെത്തിയ ലിങ്ങാകട്ടെ പിയാനോയിലിരുന്ന് വലിയ തോതിൽ മ്യൂസിക് വായിക്കാൻ തുടങ്ങി. ലിങ്ങിന്റെ ആ വായന ഏവരെയും അതിശയിപ്പിച്ചിരുന്നു. കൂട്ടത്തിൽ ഹ്യുംകോമും വെടിയുതിർക്കാതെ അത് കേട്ടുനിന്നുപോയി. അവിടെ കടന്നു ചെന്ന് സ്മഗ്ലറായിട്ടുള്ള വ്യക്തിയെ ഒന്ന് പ്രകോപിപ്പിക്കലായിരുന്നു ലിങ്ങിന്റെ ലക്ഷ്യം. പക്ഷേ ഈ സമയം പെട്ടെന്ന് ഒരു ലേഡി അങ്ങോട്ടേക്ക് കടന്നു വന്ന് ലിങ്ങിനെ വശീകരിക്കാൻ ആരംഭിച്ചു. ഈ സമയം അങ്ങോട്ടേക്ക് വളരെ മിസ്റ്റീരിയസ് ആയ കരുത്തനായ ഒരു മനുഷ്യനും കടന്നു വന്നു. ഒറ്റ കൈകൊണ്ട് വളരെ വലിയ ഇരുമ്പ് ദണ്ട് പൊക്കാൻ കഴിവുള്ള ഒരു മനുഷ്യൻ. അയാളത് ലിങ്ങിന് നേരെ വലിച്ചെറിഞ്ഞു. ലിങ് അതിൽ നിന്ന് കഷ്ടപ്പെട്ട് ഒഴിഞ്ഞു മാറി. പിന്നാലെയായിരുന്നു ലിങ്ങിനെ വശീകരിക്കാൻ നിന്ന ആ ലേഡി വെടിയുതിർക്കാൻ ആരംഭിച്ചത്. ആ അവസരം മുതലെടുത്ത് മരത്തിന് മുകളിലുണ്ടായിരുന്ന ഹ്യുംകോം ലിങ്ങിന്റെ ശരീരത്തിലേക്കും വെടിയുതിർത്തു. ലിങ് കൊല്ലപ്പെട്ടു എന്ന് കരുതി ഹ്യുംകോം താഴെ ഇറങ്ങി വണ്ടിയിലേക്ക് ഓടിച്ചെല്ലാൻ തുടങ്ങി. വണ്ടിയിലേക്ക് കയറി അവൾ കണ്ടത് അപ്പോഴേക്കും വണ്ടിയിൽ വന്നിരിക്കുന്ന ലിങ്ങിനെയായിരുന്നു. ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചതുകൊണ്ട് ലിങ്ങിന് ആപത്തൊന്നും സംഭവിച്ചിരുന്നില്ല. പക്ഷെ ഒരു ബുള്ളറ്റ് ലിങ്ങിന്റെ കാലിൽ തുളച്ചു കയറിയിരുന്നു. പക്ഷെ അപ്പോഴും ലിങ് പറഞ്ഞ പോലെ ഹ്യുംകോങ്ങിന് ഒരു വെള്ള റോസാപ്പൂ അവൻ കൊണ്ടുകൊടുത്തു. തന്നെ ഇത്രയൊന്നും ആരും കെയർ ചെയ്തിട്ടില്ലല്ലോ എന്ന ചിന്ത ഹ്യുംകോമിന്റെ ഉള്ളിൽ ഒരു കുറ്റബോധമുണ്ടാക്കി. ലിങ്ങിനോട് പ്രണയതാൽപര്യം വളരുകയും ചെയ്തു. ഈ സമയമാണ് അങ്ങോട്ടേക്ക് വീണ്ടും മിസ്റ്റീരിയസ് മനുഷ്യൻ കടന്നു വരുന്നത്. അയാൾ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഒരു തരത്തിൽ കാറെടുത്ത് ഹ്യുംകോം വേഗത്തിൽ അവിടെ നിന്ന് ഓടിച്ചു പോരുന്നുണ്ട്. അപ്പാർട്ട്മെന്റിലേക്ക് എത്തിയതും ഹ്യുംകോം ലിങ്ങിന്റെ കാലിലെ ബുള്ളറ്റ് എടുത്തു മാറ്റി അത് ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ബുള്ളറ്റ് പുറത്തെടുത്തതും അത് കണ്ടതും ആ ബുള്ളറ്റ് ഹ്യുംകോങ്ങിന്റേതാണ് എന്ന് ലിങ് തിരിച്ചറിഞ്ഞു. ശത്രുക്കളുടെ കൂടെ കൂടി കമാൻഡർ യുഎനെ അടക്കം ഹ്യുംകോങ് ചതിക്കുകയായിരുന്നു എന്നായിരുന്നു ലിങ് ആദ്യം കരുതിയത്. ഏറെ നിരാശയോടെ ഹ്യുംകോങ്ങിനെ വിട്ട് ലിങ് ഇറങ്ങിപ്പോവുകയാണ്. പക്ഷെ ലിങ് പോയി കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞതും ലിങ്ങിനെ ആക്രമിക്കാൻ ശ്രമിച്ച ആ ലേഡിയും മിസ്റ്റീരിയസ് മനുഷ്യനും അവരുടെ ആ അപ്പാർട്ട്മെന്റിലേക്ക് വന്നു. ഹ്യുംകോങ്ങിനെ അവർ ബന്ദിയാക്കി തട്ടിക്കൊണ്ടുപോയി. ഹ്യുംകോമിന് അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. ആ ലേഡിയും മിസ്റ്റീരിയസ് മനുഷ്യനും യാഥാർത്ഥ്യത്തിൽ കമാൻഡർ ചാനിന്റെ ആളുകളായിരുന്നു. യുഎനും ഹ്യുംകോങ്ങും ചേർന്നിട്ടാണല്ലോ കമാൻഡർ ചാനിനെ വകവരുത്തിയത്. അതിന് പ്രതികാരം തീർക്കാൻ എത്തിയതായിരുന്നു അവർ. മറുവശത്ത് ലിങ് ആകട്ടെ സഹായം ചോദിച്ചുകൊണ്ട് ബേസിലേക്ക് എത്തിയിരുന്നു. യുഎനെ അവൻ ചെന്നു കണ്ടു. യുഎൻ ലിങ്ങിനോട് ഒരു പേപ്പറിൽ സൈൻ ചെയ്യാൻ പറഞ്ഞു. ഹോസ്പിറ്റലൈസ് ചെയ്യാനുള്ള പേപ്പറാണ് അത് എന്നായിരുന്നു യുഎൻ പറഞ്ഞത്. ലിങ്ങും അത് സൈൻ ചെയ്തു കൊടുത്തു. പക്ഷേ അതൊരു ചതിയായിരുന്നു. രാജ്യദ്രോഹം ചെയ്തു എന്ന് പറഞ്ഞ് എൻകൗണ്ടർ ചെയ്ത് അവനെ കൊലപ്പെടുത്താനായിരുന്നു യുഎൻ പദ്ധതിയിട്ടിരുന്നത്. അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഇടത്തേക്ക് ലിങ് കൊണ്ടുചെല്ലപ്പെട്ടു. അവിടെ അതുപോലെ എൻകൗണ്ടർ ചെയ്യിക്കുവാൻ വേണ്ടി മറ്റു ചില ആളുകളും ഉണ്ടായിരുന്നു. എൻകൗണ്ടർ ചെയ്യാൻ നിർത്തിയ ഒരു വ്യക്തിയെ എൻകൗണ്ടർ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് തന്റെ മികച്ച കുംഫു മൂവുകൾ ഉപയോഗിച്ച് അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിച്ച് ഉദ്യോഗസ്ഥർ അയാളെ കൊലപ്പെടുത്തുകയാണ്. അങ്ങനെ ലിങ്ങിന്റെ ഊഴമെത്തിയിരുന്നു. ലിങ് കൊല്ലപ്പെടാൻ പോകുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് യുഎനും പോലീസുകാരും അടങ്ങുന്ന സംഘമുള്ളിടത്തേക്ക് ലേഡിയും മിസ്റ്റീരിയസ് മാനും കടന്നു വരികയാണ്. അങ്ങോട്ടേക്ക് ബന്ദിയായി കൊണ്ടുവന്ന ഹ്യുംകോമിനെ കൊലപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തിയവർ യുഎൻ പിടിച്ചെടുത്ത് ദിനോസറിന്റെ തലയോട്ടി തങ്ങൾക്ക് വിട്ടുതരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ കമാൻഡർ യുഎൻ ചെയ്തത് തന്റെ തോക്കെടുത്ത് ഹ്യുംകോങ്ങിനെ വെടിവെക്കലായിരുന്നു. ഹ്യുംകോമിന്റെ നെഞ്ചിൽ വെടിയേറ്റു. ഹ്യുംകോം തനിക്കൊന്നുമല്ല എന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു യുഎൻ അത് പ്രവർത്തിച്ചത്. പക്ഷേ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചിരുന്നതുകൊണ്ട് ഹ്യുംകോമിന് ഒന്നും സംഭവിച്ചില്ല. കമാൻഡർ യുഎൻ എല്ലായ്പ്പോഴും തന്നെ അടിമയെപ്പോലെ ഉപയോഗിക്കുക മാത്രമായിരുന്നു ചെയ്തത് എന്ന് ഹ്യുംകോം തിരിച്ചറിഞ്ഞു. യുഎനിന്റെ കള്ളക്കളികൾ അവൾ വിളിച്ചു പറഞ്ഞു. പിന്നെ പറയണ്ടല്ലോ, അവിടെ ഒരു ഷൂട്ടൌട്ട് അരങ്ങേറുകയാണ്.
കമാൻഡർ യുവനിനും യുവനിന്റെ എൻറ്റയർ ആർമിക്കുമെതിരെയും ആ ലേഡിയും മിസ്റ്റീരിയസ് മാനും ഫൈറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഇതിനിടയിൽ തന്റെ റൂമിലേക്ക് പോയ യുവൻ തന്റെ ഗോൾഡൻ ഗൺ ആർമർ എടുത്തു ധരിച്ചു. പിന്നാലെ ഏവരെയും ആക്രമിക്കാൻ കടന്നെത്തി. ഇതേ സമയം മിസ്റ്റീരിയസ് മനുഷ്യനും കനത്ത ശക്തികളുണ്ടായിരുന്നു. അയാളും ഗോൾഡൻ ഗണ്ണും ഏറ്റുമുട്ടുകയാണ്. മിസ്റ്റീരിയസ് മനുഷ്യനെ ഗോൾഡൻ ഗൺ തറപറ്റിച്ചു. പിന്നാലെ തന്റെ തോക്കെടുത്ത് ആ ലേഡിയെ വെടിവെച്ചു കൊന്നു. പിന്നാലെ ഗോൾഡൻ ഗൺ ഹ്യൂങ്കോങ്ങിനെ കൊല്ലാൻ മുന്നിട്ട് ചെന്നു. പെട്ടെന്നായിരുന്നു അങ്ങോട്ടേക്ക് ലിങ് കടന്നു വന്നത്. ലിങ് കൊല്ലപ്പെട്ടു എന്നായിരുന്നു അതുവരേക്കും യുവൻ കരുതിയിരുന്നത്. പക്ഷേ ലിങ് തന്നെ കൊല്ലാൻ വന്ന ആളുകൾക്ക് കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെടുകയായിരുന്നു ചെയ്തത്. ഗോൾഡൻ ഗണ്ണിനെതിരെ പൊരുതുവാൻ ലിങ് തന്റെ പവർഫുൾ കത്തിയെടുത്തു. ഉൽക്കാപതനത്തിൽ നിന്ന് കിട്ടിയ പ്രത്യേക മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയ ഒരു കത്തിയായിരുന്നു അത്. ഗോൾഡൻ ഗണ്ണിന്റെ ബുള്ളറ്റുകളെ ആ കത്തി കൊണ്ട് ലിങ് തടഞ്ഞു നിർത്തി. ഗോൾഡൻ ഗണ്ണും ലിങ്ങും തമ്മിൽ കനത്ത ഏറ്റുമുട്ടൽ നടന്നു. ഏറ്റവും ഒടുവിൽ തന്റെ മികച്ച കഴിവുകൊണ്ട് ഗോൾഡൻ ഗണ്ണിനെ ലിങ് വകവരുത്തുകയാണ്. അതോടെ ആ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെട്ടിരുന്നു. തന്റെ ദൗത്യം പൂർണ്ണമായതും ലിങ് വീണ്ടും തന്റെ ഇറച്ചിക്കടയിലേക്ക് മടങ്ങി. ലിങ്ങിനൊപ്പം ലിങ്ങിന്റെ ഗേൾഫ്രണ്ടായി ഹ്യൂങ്കോമും ഉണ്ടായിരുന്നു. മോൻസായി പുതിയ കമാൻഡറായി നിയോഗിക്കപ്പെട്ടു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.